ഇന്നത്തെ നമ്മുടെ യാത്ര വട്ടവടയിലേക്കാണ്, ബോവിഡെ വുഡ്സിലേക്ക്. പക്ഷേ ഒറ്റയ്ക്കല്ല, ഒപ്പം 40 പേരുമുണ്ട്. യൂട്യൂബിൽ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട 40 പേരായിട്ടാണ് ഈ റൈഡിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക്. നമ്മുടെ പ്രശസ്തമായിട്ടുള്ള നേര്യമംഗലം പാലം കടന്നുകൊണ്ടിരിക്കുകയാണ്. പല ആൾക്കാരും ഇതൊരു വികാരമാണ്, നേര്യമംഗലം പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നെ സംബന്ധിച്ചിടത്തോളം വികാരമല്ല. കണ്ട, ഈ ബസ്സിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു ബസ് വന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റാത്ത പാലമൊന്നും എനിക്ക് വികാരമാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള വഴികളുണ്ടല്ലോ, അതെന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു വികാരമാട്ടോ. ഒരു രക്ഷയില്ലാത്ത വഴികളാണ്. ഇപ്പോൾ നമ്മൾ ഒഫീഷ്യലി ഇടുക്കി സൈഡിലേക്ക് കയറുകയാണ്. ഇടുക്കി കയറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മഞ്ഞും കാര്യങ്ങളൊക്കെ കിട്ടി. ഇടുക്കി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. Oh my god. ഇതൊക്കെ നമ്മുടെ ഒപ്പം ഉള്ളവരൊക്കെ തന്നെയാണ്. 2 ഹിമാലയനാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. നല്ല മൂടി ക്ലൈമറ്റ് ആട്ടോ, നല്ല രസമുണ്ട്. ഫോഗൊക്കെ നമ്മുടെ ഇലകളുടെ ഇടയിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന സീനാണ് കണ്ടോണ്ടിരിക്കുന്നത്. മൈ ഗോഡ്. അത് രാവിലെ ഇറങ്ങിയോണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. സാധാരണ സാറ്റർഡേ സൺഡേ നല്ല തിരക്കാണ്. ഇതൊരു ശനിയാഴ്ച ദിവസമാണ്, ഞാൻ പറയാൻ മറന്നുപോയി. ശനിയാഴ്ച ദിവസമൊക്കെ അത്യാവശ്യം തിരക്കുള്ളതാണ്. പക്ഷെ നമ്മൾ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തിരക്കിൻ്റെ ടൈം ആയിട്ടില്ല. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആൾക്കാർ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു എനിക്ക്. എന്താണെങ്കിലും വട്ടവട 3 ദിവസമായിട്ട് മഴ പെയ്തിട്ടില്ല എന്നാണ് നമുക്ക് സഹിച്ചേട്ടൻ അവിടെ നിന്ന് പറഞ്ഞത്. അതുകൊണ്ട് വലിയ സീനില്ല. വട്ടവട മഴ പെയ്ത് കഴിഞ്ഞാൽ മച്ചാനെ വൻ സീനാകും. അയ്യോ, ആ ഇല എന്നിട്ട് തലയിലിടിച്ച്. അയ്യോ, വട്ടവട മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര തെന്നലായിരിക്കും, നടന്നു പോകാൻ പോലും പറ്റൂല. അപ്പോഴാണ് ബൈക്ക് ഓടിക്കാൻ പോകുന്നത്. ആ ബോവിഡെ വുഡ്സിലേക്ക് പോകുന്ന ട്രയൽസ് ബോവിഡെ വുഡ്സ് വരെ എത്താൻ വലിയ സീനില്ല. പക്ഷെ അവിടുന്ന് കുറച്ച് ട്രയൽസൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജീപ്പിലാണ് ചെയ്തത്. ഈ പ്രാവശ്യം ഈ വണ്ടിയിലൊക്കെ ചെയ്യാനാണ് പ്ലാൻ. ഉണങ്ങി കിടക്കുവാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നനഞ്ഞ് കിടക്കുകയാണെങ്കിൽ, വെറ്റാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ട്രിക്കി. സൈക്കിളിലൊക്കെ പിള്ളേർ വരുന്നുണ്ട്. നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കും സൈക്കിളിലൊരു പയ്യൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി എങ്ങനെ സൈക്കിളിലാണോ ഇനി കാറിലാണോ ബൈക്കിലാണോ വരുന്നതെന്ന് അറിയില്ല. ഇനി ഈ കൂട്ടത്തിലുള്ള വല്ല ആണോ എന്നും എനിക്കറിയില്ല. പിന്നെ നമുക്ക് കുറേ വണ്ടികളുണ്ട്, പല വണ്ടികൾ വരുന്നുണ്ട്. ഇൻ്റർസെപ്റ്റർ ഉണ്ട്, സുസുക്കി ആക്സസ് ഉണ്ട്, മറ്റേ നമ്മുടെ യമഹയുടെ ക്രക്സ് ഉണ്ട്. അങ്ങനെ പല പല ബൈക്കുകൾ നമ്മുടെ ഒപ്പം റൈഡിന് വരുന്നുണ്ട്. ഇത് എങ്ങനെ പ്രത്യേകിച്ച് ഒരു ടൈപ്പ് ഓഫ് മോട്ടോർ സൈക്കിൾ അല്ല, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മോട്ടോർ സൈക്കിൾ വെച്ച് ഒരു മോട്ടോർ സൈക്ലിങ്ങിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു റൈഡാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കാറിലും ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. വഴിയിൽ മരമൊക്കെ മുറിഞ്ഞ് വീണ് കിടപ്പുണ്ടെന്ന് തോന്നുന്നു. നല്ല മഴയായിരുന്നെന്ന് തോന്നുന്നു. ഇപ്പം മഴയൊന്നും കാണുന്നില്ല. പക്ഷെ നല്ല കുണ്ടും കുഴിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ റോഡ് വരുന്നവർ സൂക്ഷിക്കണം. കുണ്ടുകുഴിയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോമായിട്ട് കുണ്ടുകുഴിയല്ല വന്നേക്കുന്നത്. ഈ നല്ല റോഡാണ്, നല്ല റോഡിൻ്റെ ഇടയിൽ പറഞ്ഞ് നിന്ന് കോൺട്രാക്ട് എടുത്ത് കഴിയുമ്പോൾ നല്ല വലിയ കുഴികളൊക്കെയാണ് കാണുന്നത്. സൂക്ഷിക്കണം വരുമ്പം.
എക്സ്പൾസിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ. തിരക്കുണ്ട്. ഓ എല്ലാവരും കുറേ ആൾക്കാരുണ്ടല്ലോ. KL 45, KL 75 കുറേ. എക്സ്പൾസ് എടുത്ത് വരാമെന്നിരിക്കുമ്പോഴാണ് നമുക്ക് ഹീറോയിൽ നിന്ന് കോൾ വരുന്നത്. ഈ വണ്ടിയായിട്ട് കൊണ്ടുപോക്കോ, ഈ വണ്ടി കൊണ്ടുപോക്കോ എന്നും പറഞ്ഞ് നമ്മുടെ മെഗാ മോട്ടോഴ്സ് ആലുവെന്ന്. അങ്ങനെയാണ് ഇത് കൊണ്ടുവരുന്നത്. ഇത് ഞാൻ ഇതിനു മുമ്പ് വട്ടവട കൊണ്ടുപോയിട്ടുള്ള വണ്ടിയാണ്. എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളാണ് എക്സ്പൾസിനേക്കാളും ഇരിക്കാൻ. ഇതിൻ്റെ സീറ്റ് കുറച്ചും കൂടെ വൈഡായതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. എക്സ്പൾസ് ചെറുതായിട്ട് നമ്മുടെ ആസ് പെയിൻ ചെറുതായിട്ടുണ്ടാവും, ചന്തി വേദന. ഇത് അങ്ങനത്തെ സീനില്ല. എക്സ്പൾസിൻ്റെ അത്രയും പവർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് ആ പവർ തന്നെ ഉണ്ട്. എന്നാൽ നല്ല മൈലേജ് ഉണ്ട് എക്സ്പൾസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒന്ന് 800-700 രൂപയ്ക്കെങ്ങാണ്ട് ഞാൻ വട്ടവട പോയി തിരിച്ചു വരാൻ അടിച്ചിട്ടുള്ളൂ. നമ്മുടെ എറണാകുളത്തുനിന്ന് വട്ടവട പോയി തിരിച്ചു വന്നു. കുറേ ദിവസം നമ്മുടെ പ്രൗസയുടെ 2 ദിവസം ഫുൾ എറണാകുളമൊക്കെ കറങ്ങി നടന്നിട്ടാണ് വണ്ടിയുടെ പെട്രോൾ തീർന്നത്. ഇത് വണ്ടി തന്നപ്പോൾ 3 കട്ട ഉണ്ടായിരുന്നു പെട്രോള്. നമ്മുടെ ഷോറൂമിൽ നിന്ന് തന്നപ്പോൾ ഇപ്പോൾ 2 കട്ടയായി. എന്തായാലും അടിമാലിയിൽ നിന്ന് അടിക്കാമെന്ന് വെച്ചു. എനിക്ക് തോന്നി 2 കട്ട വെച്ച് വട്ടവടയൊക്കെ പോയി. വട്ടവട പോകുമെന്ന്, വട്ടവട എന്തായാലും പോകും 2 കട്ട വെച്ച്. പക്ഷേ റിസ്ക് എടുക്കുന്നില്ല, എന്തായാലും അടിച്ചിട്ട് പോകാം. കാരണം വട്ടവടയിൽ പമ്പും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ അടിമാലിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ മൂന്നാർ സൈഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചാറ്റൽ മഴയൊക്കെ കൊണ്ട് എന്നല്ലാണ്ട് വലിയ രീതിയിൽ മഴയൊന്നുമില്ല. മഞ്ഞൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. എന്താണേലും മഞ്ഞ് കിട്ടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ഞ് ഇറങ്ങുന്ന ഏരിയ ആണ്. അപ്പം നല്ല രീതിയിൽ മഞ്ഞുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഉണ്ടാവട്ടെ. പിന്നെ വേറെന്താ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പം പല ആൾക്കാരാണല്ലോ പല സ്ഥലത്തുനിന്ന് വരുന്നത്. കുറേ പേര് എൻ്റെ മുമ്പിലുണ്ട്, കുറേ പേര് എൻ്റെ പുറയിലുണ്ട്. അതാണ് എനിക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കൂടുതൽ ആൾക്കാർ മലപ്പുറത്തു നിന്നാട്ടോ. മലപ്പുറം പിള്ളേരാണ് കൂടുതലുള്ളത്. കോഴിക്കോടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ജോയിൻ ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ജോയിൻ ചെയ്യാമെന്നാണ് കരുതിയേക്കുന്നത്. അവിടെ അത്യാവശ്യം പാർക്കിംഗ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവിടെ എല്ലാവരും ജോയിൻ ചെയ്യാം. അതുവരെ ഇപ്പം ഗ്രൂപ്പ് റൈഡ് ചെയ്യണവർക്ക് ഗ്രൂപ്പ് റൈഡ് ചെയ്ത് വരാം, അല്ലെങ്കിൽ സോളോ റൈഡ് അടിക്കേണ്ടവർക്ക് സോളോ റൈഡ് ചെയ്ത് വരാം. എന്നിട്ട് നേരെ അവിടെ ചെല്ലുക. അവിടെ ഒരു 12 മണിക്ക് എത്താനാണ് പ്ലാൻ പറഞ്ഞേക്കുന്നത്. ഞാനൊരു 12 മണിയെന്ന് ഉദ്ദേശിച്ചത് ഒരു 1 മണിക്കെങ്കിലും അവിടെ നിന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ 1:30-ക്കെങ്കിലും അവിടെ നിന്ന് വട്ടവടയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് അത്രയും നേരത്തെ ഞാൻ പറഞ്ഞത്. എന്നിട്ട് അവിടെ ഫുഡ് കഴിക്കണമെങ്കിൽ ഫുഡ് കഴിക്കാം. എന്നിട്ട് അവിടെ നിന്ന് നൈസായിട്ട് വട്ടവട സൈഡിലേക്ക് പോകാനാണ് പ്ലാൻ. എടാ ഞാൻ പറയില്ല, നീ എന്നെ എപ്പോഴാണ് ഓവർടേക്ക് ചെയ്തതെന്ന് ഞാൻ മനസ്സിലായില്ല. പോവാ നമുക്ക്. ഞാൻ ഇങ്ങനെ എന്നെ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. ഇയാളെപ്പോഴും ഓവർടേക്ക് ചെയ്തത് ആണോ? ആണല്ലേ? ഞാൻ ഇയാളെ കണ്ടേ ഇല്ല. വാ പോവാം. അവൻ ഭ്രാന്തനാണെന്ന് തോന്നുന്നല്ലേ? ആഷിഫ് എന്നെ എപ്പോഴാണ് ഓവർടേക്ക് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആഷിഫ് പുറകിലാണെന്നും കരുതി ഞാൻ ഇത്ര നേരം നിന്നത്. ഞാനാണെന്നും പറഞ്ഞ ആഷിഫ് വേറെ ആരുടെ പുറകിൽ പിടിച്ചു പോയായിരുന്നു. ഇവിടെ അവന്മാര് പെട്ടുപോയി. നേരത്തെ വന്നവര് ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു മരം വീണിട്ട്. നേരത്തെ വന്ന ടീംസ് ഇവിടെ മരം വീണിട്ട് പെട്ടുപോയായിരുന്നു. ഇത് കുറേ മരം വീഴുന്നുണ്ട്. പക്ഷെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇത്ര നേരമായിട്ട് വലിയ കാറ്റും മഴയൊന്നും കിട്ടിയില്ല. പക്ഷെ ഇതുവരെ കോട കാണാൻ പറ്റിയില്ല. കോട കാണുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് ഇത്രയും മഴ, ഈ ഒരു നല്ലൊരു മൂടി ക്ലൈമറ്റിൽ കോടയും കൂടെ വന്നു കഴിഞ്ഞാൽ വേറെ സീനാകുന്ന കാര്യങ്ങൾ. പെട്രോളൊന്നും ഞാൻ അടിച്ചിട്ടില്ല. ഷോറൂമിൽ നിന്ന് തന്ന പെട്രോളിൽ വെച്ചാണ് വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അടിമാലി ടൗണിൽ നിന്ന് അടിക്കണമെന്നായിരുന്നു പ്ലാൻ. അടിമാലി ടൗണിൽ നിന്ന് അടിക്കാൻ പറ്റിയില്ല, മറന്നുപോയി. ഓടിച്ചു പോയിരുന്നു ഗൈസ്. ദേ കോട വന്നു ഗൈസ്, ഫുൾ കോടയാണ് ഗൈസ്. പക്ഷെ അതിൻ്റെ ഒപ്പം ബ്ലോക്കും വന്നു ഗൈസ്. എൻ്റെ പൊന്നോ, ഇതെന്താണ്? വലിയ സീനൊന്നും ഇല്ലല്ലോ. ഇവിടെ എന്തിനാണ് ബ്ലോക്ക് ആക്കുന്നത്? കമോൺ നോ പ്രോബ്ലം മാൻ, കമോൺ നോ സീൻ. കാറിൽ വരുന്നവരൊക്കെ പെടും ചില സമയത്ത്. എന്താണോ അത്? ഓ അമേസിങ് മാൻ, എൻ്റെ മോനെ. ഫുൾ കോടേനെ കുറിച്ച് പറഞ്ഞില്ല, അപ്പൊ തന്നെ കോട വന്നു. വേറെ സീനായി. എൻ്റെ പൊന്നു, പെട്ടെന്നാട്ടോ കോട വന്നത്. ഫുൾ കോടയായി. അങ്ങനെ ഇപ്പോൾ വേറെ മൂടായി. ഇപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ലെങ്കിലും നല്ല രസമുണ്ട്.
എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ്. ഈ മഴയത്തും ഈ കോടയുള്ള സമയത്തൊക്കെ തന്നെയാട്ടോ മൂന്നാർ വരേണ്ടത്. പണ്ട് എനിക്ക് തോന്നുന്നു 2 കൊല്ലം പോകുന്നൊക്കെ പറഞ്ഞാൽ ഈ നവംബർ കാലത്തൊന്നും വലിയ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം കേരളത്തിൽ എല്ലാ മാസവും ഇപ്പം മൺസൂൺ സീസൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ബുദ്ധിമുട്ടായിരിക്കും. വിപ്ലവം വിജയിക്കട്ടെ. ഫുൾ കമ്മ്യൂണിസ്റ്റിന്റെ മൂന്നാറിലേക്ക് പോണ വഴി കോട മഞ്ഞ് കൊണ്ട് മൂടിയിരിക്കുകയാണ്. നമ്മുടെ എക്സ്ട്രീമും നമ്മുടെ ഹിമാലയനും വേറെ ഹിമാലയനും ഇവിടെ R15 ആണ് ഇപ്പോൾ ഒപ്പം ഉള്ളത്. സെയിം ജാക്കറ്റ് തന്നെ എനിക്കുണ്ട്. അസിഫെ, എങ്ങനെയുണ്ട് റൈഡ്? എങ്ങനെയുണ്ട്? നിന്റെ മീശയൊക്കെ നരച്ചു പോയല്ലോ കല്യാണം കഴിഞ്ഞതിന്. മഞ്ഞുണ്ട്, ബ്ലോക്കും ഉണ്ട്. ഇതെന്താ ചെയ്യാൻ പോണവര്? ഇതെന്ത് ചെയ്യും? ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പോണ്ടല്ലോ. വല്ല നടക്കുവോ? ഒരാള് റിവേഴ്സ് എടുക്കുന്നുണ്ട്. അടിമാലി കാന്തല്ലൂർ. ഓ, എന്ത് സീനല്ലേ ഇതുവഴി ബസ് പോകുന്നല്ലേ. മനസ്സിലായി. ഈ റൂട്ട് അടിപൊളി റൂട്ടാട്ടാ. വട്ടവട മഴയില്ലാന്നാ പറഞ്ഞ. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. അരുൺറാ, മോൻ കാണിക്കോ? ഹെൽമെറ്റ് വരുമോ? അങ്ങനെ നമ്മുടെ ബസ് രണ്ടും പാസ് ചെയ്ത് പോയി. നമ്മുടെ ഹനീസ് ജമാലുദ്ദീൻ ആലുവന്ന് ജോയിൻ ചെയ്താണ്. എങ്ങനെയുണ്ട് റൈഡ്? ഇത്രയും നേരം വന്നിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഈ മഞ്ഞും കോടയും റൈഡ് അടിപൊളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അമ്മ എൻജോയ് ചെയ്തു. ഇത്രയും കോട എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നത്. ഇത്രയും നല്ല കോടയായിട്ടുള്ളത്. അത് നിങ്ങളിവിടെ റൈഡ് ചെയ്യണത്. അതെ, ഈ സെയിം ജാക്കറ്റ് തന്നെ എനിക്കുണ്ട്. അതിന്റെ മഞ്ഞ സാധനമാണ് ഞാൻ ഇട്ടേക്കുന്നത്. എന്താണേലും നമ്മൾ നേരെ വട്ടവടയിലേക്കാണ് പോണത്. പിന്നെ പൊളിക്കും. നമ്മള് ഒരു യമണ്ടൻ തട്ടുകടയിൽ നിന്ന് യമണ്ടൻ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി ആശു ആ വിളിച്ച് നിൽപ്പുണ്ട്. എങ്ങനെയുണ്ട് റൈഡ്? എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല. വളരെ അടിപൊളി എക്സ്പീരിയൻസ്. എന്ത് കിട്ടുന്നതാണ്? ഒരു തിരക്കൂല, ഒന്നുമില്ല. അഭിനയിച്ച് തകർക്കുവാണ്. നമ്മുടെ ഒപ്പമുള്ള പലരെയും കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഇനി നേരെ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. നമ്മൾ ഇവിടുന്ന് ചായ കുടിച്ചു. നല്ലൊരു ചായക്കടയായിരുന്നു. നല്ല ചായയൊക്കെ ആയിരുന്നു. എസൻസ് ഒന്നും ഇടാതെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യുന്ന ചായക്കടയായിരുന്നു. അപ്പോൾ ഇത്രയും പേരെ കണ്ടു. എല്ലാവരും നല്ല മൈൻഡുള്ള ആൾക്കാരാണ്. എല്ലാവരെയും പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. ആഷിഫ് പോകാൻ പറയുന്നു. ഓ മാൻ, ബാ കാറും നമ്മുടെ ഒപ്പം ഉള്ളതാണ്. കിടിലൻ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ കിടിലൻ ക്ലൈമറ്റ് ആണ്. പലരും ഈ മഞ്ഞൊക്കെ ആദ്യമായിട്ട് കാണുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ ഇതിനു മുമ്പ് കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. റൈഡ് ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ തന്നെ എല്ലാവരും ഹാപ്പിയാണ്.
നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു ലോഡ് വണ്ടികൾ ഇത് ഈ കുഞ്ഞു വണ്ടിയുടെ പുറകിലുണ്ട് കേട്ടോ. ഒരു ലോഡ്. എല്ലാവരും കറക്റ്റ് സമയത്തെത്തി. 2 ആൾക്കാർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ വണ്ടി ചെറിയ കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അവർ അടിമാലി സൈഡിൽ നിന്ന് ഡയറക്റ്റ് അങ്ങോട്ടേക്ക് വന്നോളാന്ന് പറഞ്ഞ എക്സ്പൾസ് ആണ്. അതിൻ്റെ എന്താ ഇഷ്യൂ എന്ന് മനസ്സിലായില്ല. അവരിപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട്. അടിമാലിയിൽ നിന്ന് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് 2 പേർക്കും വേണ്ടി ഇത്രയും പേരെ പോസ്റ്റ് ആക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ ഡയറക്റ്റ് വട്ടവടയിലേക്ക് എത്താം, അല്ലെങ്കിൽ പോണ വഴി നമ്മൾ ചായ കുടിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ മീറ്റ് ചെയ്യാമെന്നുള്ള പ്ലാനിലാണ്. മീറ്റ് ചെയ്യാമെന്നുള്ള പ്ലാനിൽ തന്നെയാണ് ഞാനും നിൽക്കുന്നത്. അവരെന്തായാലും മീറ്റ് ചെയ്യട്ടോ, അതായിരിക്കും നല്ലത്. അപ്പം ഒരു 37 ബൈക്കേഴ്സ്, അതും പല ബ്രാൻഡ് ബൈക്കേഴ്സാണ് നമ്മുടെ പുറകിലുള്ളത്. ഒരേ ബ്രാൻഡിലുള്ള വണ്ടികൾ മാത്രം ഓടിക്കുന്നതിനേക്കാളും രസം പല ബ്രാൻഡുകളായിട്ട് പോകുമ്പോൾ അല്ലേ. അല്ലെങ്കിൽ അതിൻ്റെ പേര് റേസിസം എന്നൊക്കെ അല്ലേ. ഒരേ ബ്രാൻഡുള്ള വണ്ടികൾ ഒരുമിച്ച് ഓടിക്കുക, ബാക്കിയുള്ള ബ്രാൻഡുകളൊക്കെ കൂട്ടാണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ലൈക്ക് റേസിസം. അത് സത്യമല്ലേ? അങ്ങനെ പല ആൾക്കാരുണ്ട്, അങ്ങനെ ഓടിക്കാൻ താല്പര്യമുള്ളവരുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. എനിക്ക് പല ആൾക്കാരായിട്ട് ഓടിക്കുന്നതാണ് ഇഷ്ടം. അതിപ്പോൾ ബൈക്കാണെങ്കിലും ശരി, കാറാണെങ്കിലും ശരി, ഇപ്പം എന്താണെങ്കിലും ശരി. നമ്മളിപ്പം വട്ടവടയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് വട്ടവട, അതാണ് പ്ലാൻ. എല്ലാവരും പുറകിലുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഒപ്പം വന്നവരൊക്കെ പോയി. ഞാനപ്പോൾ ഏറ്റവും പുറകിൽ വരിക. 2 നമ്മുടെ സ്പ്ലെൻഡറിലും അതുപോലെ ആക്സസിലും വന്നവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി നിർത്തിയ സ്ഥലത്താണ് 2 ആനകൾ നിൽക്കുന്നുണ്ട്. എന്നെ നോക്കി, എന്നെ കണ്ടപ്പോഴേക്ക് താഴേക്ക് ഇറങ്ങിപ്പോയി. വരുന്നവർക്ക് ആനയെ കാണിച്ചു കൊടുക്കാം. ബാക്കിയുള്ള എല്ലാവരും വിട്ടടിച്ചു പോയി. 2 കൊമ്പന്മാരാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ ആനകളെ കണ്ടു. നമ്മുടെ ആക്സസ് ഒക്കെ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ആക്സസിലെ റൈഡ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഇവര് മാത്രമേ ഉള്ളൂ സ്കൂട്ടറിൽ. പിന്നെ ഒരു സ്പ്ലെൻഡർ ഉണ്ട്, അത് പുറകിൽ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? അവരും കൂടെ വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു റൈഡ് അവിടെ നിന്ന് ഇവിടം വരെ വന്നിട്ട്? കുഴപ്പമൊന്നുമില്ല, റോഡ് കുറച്ച് മോശമാണ്. എല്ലാവരും നല്ല ജെറ്റടിച്ച് പോയി. നിങ്ങൾ സ്ലോയിൽ വന്നോണ്ട് നിങ്ങൾക്ക് കൊള്ളാല്ലേ? ആഹാരം ഇങ്ങനെയൊക്കെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയല്ലേ? ഇവരാണ് നമ്മുടെ സ്പ്ലെൻഡറിൽ വന്ന മച്ചന്മാർ. എങ്ങനെയുണ്ട് സ്പ്ലെൻഡർ റൈഡ്? എങ്ങനെയുണ്ട് റൈഡ്? സെറ്റാണോ? ഓക്കെ, നമുക്ക് പൊളിക്കണ്ടേ? ബാക്കി അങ്ങോട്ട് നമ്മുടെ ക്രക്സിൽ വന്ന നിങ്ങൾ വേണമെങ്കിൽ ഫ്രണ്ടിൽ വിട്ടോ, അതാകുമ്പോൾ നിങ്ങൾ അത്ര ഡിലേ ആവില്ലല്ലോ. ഞാൻ ഏറ്റവും പുറകിൽ വരാം. എന്തല്ല സുഖമല്ലേ? വിട്ടോ, വണ്ടി വിട്ടോ, നിങ്ങൾ വിട്ടോ. നിങ്ങൾ ആനയൊക്കെ കുറെ കണ്ടിട്ടുള്ളതല്ലേ? 2 ആനകളാണെന്നായിരുന്നു, പക്ഷെ 4 എണ്ണം ഉണ്ട്. കുട്ടി ആനകളും ഉണ്ട് ഒപ്പം. എല്ലാവരെയും ഫ്രണ്ടിൽ വിട്ടു. ഞാനിപ്പോൾ ഏറ്റവും ബാക്കിലാണ് പോകുന്നത്. നമ്മൾ ആഷിഫ് അവരെ ലീഡ് ചെയ്തോളും. അവരെവിടെങ്കിലും ചായ കുടിക്കാനൊക്കെ നിർത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നിർത്താണ്ടിരിക്കില്ല. ഏറ്റവും പുറകിൽ പോകുന്നതാണല്ലോ ഒരു റൈഡ് നടത്തുമ്പോൾ ഏറ്റവും ഉത്തമം. ബാക്കി ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ ബാക്കിലുള്ളവർക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയാൻ പറ്റില്ല. അപ്പം ബാക്കിൽ പോകാമെന്ന് കരുതി. ആനയെ എന്തായാലും കണ്ടിട്ടാക്കാം. എത്ര കാലമായിട്ട് നമ്മൾ ഈ റൂട്ട് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ തോന്നുന്നു ഈ വട്ടവട റൂട്ടിൽ ഇതുവരെ ഞാൻ ആനയെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ എൻ്റെ മുമ്പിലും സൈഡിലും ഒക്കെ ഉണ്ടാവും, ഞാൻ ശ്രദ്ധിക്കാണ്ട് പോകുന്നതാണ്. നമുക്ക് എവിടെയാണ് ഉള്ളത്, എങ്ങനെയാണ് നിൽക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അരുൺ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ആ ഏരിയയിൽ എപ്പോഴും ആന ഉണ്ടാവുമെന്ന്. അന്ന് പക്ഷേ കാണാൻ കഴിഞ്ഞില്ല, പക്ഷേ ഇന്ന് കാണാൻ പറ്റി. കൊള്ളാം, അടിപൊളി. എവിടെയെങ്കിലും നിർത്താം. എല്ലാവരും നിർത്തിയിട്ടുള്ള സ്ഥലം നോക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിർത്തിക്കോ. ഫ്രണ്ടിൽ 5 പേര് പോയിട്ടുണ്ട്. അവർ എവിടെയാ എന്താണെന്നൊന്നും അറിയില്ല. അവരൊറ്റ പോക്കങ്ങ് പോയതാ. നേരെ വിട്ടോ നോക്കട്ടെ. അവരും കൂടെ ഉള്ള സ്ഥലത്ത് നിർത്താം. അവരൊറ്റ പോക്കങ്ങ് പോയി. അവന്മാർ വണ്ടി ഓടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തൂല്ല. ചായ കുടിക്കണം, വെള്ളം കുടിക്കണം എന്നൊന്നും അവർക്ക് ആഗ്രഹമില്ല. പക്ഷേ നമ്മുടെ ഒപ്പം വരുന്നവരെങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അതാണ് മീശപ്പുലിമല. അതേതോ ആണ് മീശപ്പുലിമലയെന്ന് തോന്നുന്നിട്ടാ. എന്നോട് ആരോ എവിടെയോ പറഞ്ഞ പോലെ തോന്നുന്നു, എനിക്കറിയില്ല. ആ ഒരു മലയുടെ ലുക്കൊക്കെ കണ്ടിട്ട് മീശപ്പുലിമലയുടെ ലുക്ക് ഉണ്ട്. ഇനി
അടുത്ത് ഒരു ഡീവിയേഷൻ ഉണ്ട് ടോപ്പ് സ്റ്റേഷനിൽ നിന്ന്. ആ ഡീവിയേഷൻ്റെ അവിടെ അവർ നിർത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താണേലും നിർത്തും. ഫോട്ടോഷൂട്ട് നടക്കുകയാണ് ഗൈസ്. എന്താ പറയൂ, എന്തെങ്കിലും പറയാനുണ്ടോ? പെട്ടെന്ന് പറയാൻ ബൈക്ക് എടുക്കാതെ കാറിൽ വന്നത് എന്താ തോന്നുന്നത്? അത് വലിയൊരു പരാജയമായി പോകുന്നത്. പരാജയമാണ്. കാരണം മഴ ഉള്ളൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കോട്ടയത്ത് നിന്ന് വണ്ടി എടുക്കാൻ പറ്റുക. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഭയങ്കര റിഗ്രറ്റ് ആയിപ്പോയി. കാരണം ബെസ്റ്റ് ക്ലൈമറ്റ്. അത് ഈ വട്ടവട ഒക്കെ വിസിറ്റ് ചെയ്യാൻ വരണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബൈക്കിൽ തന്നെ വരണം. എന്നാലേ നമുക്ക് ആ ഒരു വൈബ് കിട്ടുള്ളൂ. അവസാനം ബോവിഡെ വുഡ്സിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഊർഗാഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വട്ടവട എത്തുന്നതിന് മുമ്പ്. അപ്പോൾ ഇനി നമ്മൾ ഓഫ് റോഡൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. എങ്ങനെയുണ്ട് വണ്ടി? അടിപൊളിയല്ലേ? കിടിലൻ വണ്ടി കേട്ടോ. എനിക്ക് മാത്രമല്ല ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. പുള്ളി ഇപ്പോൾ കുറച്ച് നേരം ഓടിക്കാൻ വേണ്ടി കൊടുത്താണ്. നമ്മുടെ സഹിച്ചേട്ടൻ്റെ ഈ ഹോട്ടൽ തണലിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് കണ്ടു നോക്കട്ടെ. ഹായ് ഹായ് ഹായ്. യോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഒരു പൊറോട്ടയും ഇത് കഴിച്ചു. കയറിയോ? നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ ഓൾറെഡി കണ്ടതല്ലേ, ഇറക്കുന്ന സീനൊന്നും ഇല്ലല്ലോ എനിക്ക്. അല്ലെങ്കിൽ എനിക്ക് പേടിയാണെങ്കിൽ നിങ്ങൾ എടുത്ത് വെച്ചോ. ഒക്കെ ഇറക്കുന്നുണ്ട് ഓഫ് റോഡ്. പൊളിക്കും വെച്ചാൽ മാറേ. എന്താണേലും മഴ പെയ്ത് കഴിഞ്ഞാലേ സീനുള്ളൂ. ഉണങ്ങി കിടക്കുന്നതുകൊണ്ട് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സഹിച്ചേട്ടൻ മുമ്പിൽ പോയിട്ടുണ്ട്. ഹായ്. I'm good. How are you? Bye bye. Tata. See you again. My name is Yazin. Yazin Mohammed. Bye bye. Hi.
നല്ല കുത്തനെ ഇറക്കാം, നേരെ കൊക്കയിലേക്കാ. പേടിക്കണ്ട, വെറുതെ പറഞ്ഞേ. എടാ ഗ്യാപ്പിട്ട് ഇറങ്ങിക്കോ. ഇപ്പൊ അവൻ ഇറങ്ങിയില്ല, അതേപോലെ ഇറങ്ങരുത്. ഒരു സൈഡ് പിടിക്കണം. അടുത്തേ വിട്ടിട്ടതേ ബാക്ക് ബ്രേക്ക് പിടിച്ചോ, ക്ലച്ച് തൊടരുത്. അങ്ങനെ ആ ക്ലച്ച് കൂടെ പോകാന്ന് പറഞ്ഞാൽ പോവില്ല. ആ അതെ, അവിടെ ക്ലച്ച് പിടിക്കുന്നുണ്ട്, അതങ്ങനെ, അതുകൊണ്ട് അങ്ങനെ പോണം. പതുക്കെ പോയാൽ മതി, അല്ലെങ്കിൽ നമുക്ക് എപ്പോൾ വേണേലും പടവനിടാം. കമ്പ് ഡ്രോൺ ഇതേ പറക്കാൻ പോകുന്നു. മഴ വന്നു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സീൻ. ഭയങ്കര തെന്നലായിരിക്കും. ചില സമയത്ത് കയറാൻ എളുപ്പമാണ്, പക്ഷെ ഇവിടെ കയറാൻ ഇച്ചിരി ടഫാ. പക്ഷെ ഒരു സീനും ഇല്ല കേട്ടോ. ഇപ്പോൾ വന്നപ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല. അയ്യോ ഇറങ്ങിക്കോ. നോ സീ. കേറിക്കോ. Oh my god. ഇതൊക്കെ നല്ല കുത്തനെ ഇറക്ക. ഇല്ല എത്തി, നമ്മള് താഴെ എത്തി. റൺ എടുക്കണമായിരുന്നാ? ആണോ? എല്ലാരും വണ്ടി എടുത്തപ്പം? അപ്പൊ എല്ലാരും വണ്ടി എടുത്തിട്ടാണ് വരവ്. ഇനി ഇറങ്ങിക്കോ ബ്രോ. ഇനി ഇറക്കാൻ ഇനി സിമ്പിൾ. എങ്ങനെയാണ് ഇറക്കുന്നതെന്ന് അറിയോ? നമ്മൾ വണ്ടി ഓണാക്കണ്ട, വെറുതെ ക്ലച്ച് പിടിക്കുക, ക്ലച്ച് വിടുക. വീണ്, ഒരാൾ വീണ്. ഞാൻ ഇറങ്ങാം. എനിക്ക് വഴി തരൂ, ഞാൻ പോയിട്ട് വരാം. ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ ആദ്യം ഇറങ്ങാന്ന്. കഥം കഴിഞ്ഞു. പെട്ടിരിക്കുകയാണ് ഗൈസ്. ഞാനിപ്പോൾ രക്ഷിക്കാൻ പോകുന്നതായിരിക്കും. സീനില്ല ബ്രോ, ഇത് ഈസി ആയിട്ട് ഇറക്കാം. ബോവിഡെ വുഡ്സിന്റെ വലിയ മലകൾ കീഴടക്കിയിരിക്കുകയാണ് നമ്മൾ. എക്സ്പൾസ് വെറുതെ സീനല്ലേ? എന്താ അവസ്ഥ? പൊളിയല്ലേ?
ഇതാണ് സാധനം, ഇതാണ് നമ്മ പറഞ്ഞ സാധനം. കുഴപ്പമില്ല, വണ്ടി വെയിറ്റ്ലെസ് ആയതുകൊണ്ട് വലിയ സീനില്ല. ഈസി ആയിട്ട് പോകാം. പിന്നെ ഗിയർ ഒന്നും ഇല്ലാത്തോണ്ട് തിരിച്ചിരുന്നാ മതിയല്ലോ അല്ലെ? വണ്ടി വീഴാണ്ട് നോക്കാം, അത്രേ ഉള്ളൂ. അതെ, വിട്ടോ നോക്കട്ടോ. ഞാൻ അവിടെ കൊണ്ട് വെച്ച്. എടാ ലെഫ്റ്റ് കൊടുത്തോ. അയ്യോ മുതല് സെറ്റാ, കുഴപ്പമൊന്നും. ഇത് തിരിച്ച് ആക്സസ് കാരണം പുള്ളി ആരും പിടിക്കാണ്ട് പുള്ളിയെ പോയി ഒരു സുഖമായിട്ട് ഇറങ്ങും. സമീർ ബ്രോ നമ്മുടെ തിരുനെൽവേലിന്ന് വന്ന പുള്ളിയാണ്. ഒരു പൊളി വിളിച്ചോ ബ്രോ. ആ വെള്ളത്തിൽ കൂടെ അങ്ങ് പോട്ടോ. ഓ സ്പ്ലെൻഡർ സെൽഫൊക്കെ ഉണ്ടല്ലോ, സെറ്റാ. ഇപ്പോഴത്തെ പുതിയ സ്പ്ലെൻഡറോ? ആ സ്പ്ലെൻഡറൊക്കെ സിമ്പിളായിട്ട് പോകും. എങ്ങനെയുണ്ടായിരുന്നു സ്പ്ലെൻഡറിൽ ഓഫ് റോഡ്? ഇവിടെ അടുത്ത് തന്നെ കേട്ടോ നമ്മുടെ പ്രോപ്പർട്ടി. എടാ ഹാൻഡിൽ സ്ട്രൈറ്റ് പിടിച്ചോ. അതിന് പതുക്കെ അങ്ങ് പോയാൽ മതി. ഓഫ് ചെയ്ത് ക്ലച്ച് വിട്ട് ക്ലച്ച് പിടിച്ച് പോയാൽ മതി. സ്റ്റാർട്ട് ചെയ്ത് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോ. അതെ സ്റ്റാർട്ട് ചെയ്തോ. ഹാൻഡിൽ സ്ട്രൈറ്റ് പിടിച്ചോട്ടാ. Crux on full power. ഈ വെള്ളത്തിലേക്ക് ഇറക്കിക്കോ ബ്രോ. കണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വേണമെങ്കിൽ വിട്ടോ, അല്ലെങ്കിൽ അങ്ങനെ വിട്ടോ. പോട്ടാ. ഓ ക്രക്സിന്റെ എഞ്ചിൻ ഇപ്പോഴും എന്ത് റിഫൈൻഡ് ആണല്ലേ. യമഹ. Here comes the mighty R15 Arun Ullas on full power. നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യാട്ടെ. വീഡിയോ എടുക്കുന്ന ധൃതിയിലാണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നില്ലേ? പേടിക്കണ്ട. അതെ വാഗത്താനാണ് സ്ഥലം, കോട്ടയം. ഇങ്ങനെ നമ്മള് അന്ന് മനസ്സിലൊരു കാര്യമുണ്ട്, നമ്മള് ഒരു പ്രാവശ്യം നമ്മൾ ഓഫ് റോഡ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് അത് എന്നൊരു ത്രില്ലായിരിക്കും ലൈഫിൽ. പിന്നെ നേരത്തെ സൈജേട്ടൻ പറഞ്ഞ പോലെ പാഷനേറ്റ് ആയിട്ട് ലൈഫ് കൊണ്ടുപോകും.